ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം ആലോട്ടി. അപ്പൊ ഇന്ന് നമ്മൾ ദുബായിൽ രാവിലെ എത്തി. അപ്പൊ ഇപ്പൊ ഉച്ചയായിട്ടുണ്ട്. നമ്മളിപ്പോ ബുർജ് ഖലീഫയിലോട്ട് പോവാണേ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമ്മള് ബുർജ് ഖലീഫയുടെ അടുത്തെത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടിട്ട് അതിശയം തോന്നുന്നു. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി. മള് കിടന്ന് മേളി കിടന്ന് നോക്കണം. അന്നേരം ഇതിന്റെ ടിപ്പ് കണ്ടോ ടിപ്പ് കണ്ടോ, അടിപൊളിയല്ലേ? ഇത് കണ്ടോ, ഇതാണ് സംഭവം. നമുക്കിപ്പോ ഉച്ച സമയം ആയതുകൊണ്ട് ടിപ്പ് കാണാൻ പറ്റൂല. നമ്മളൊക്കെ ടിപ്പ് കാണാം. നാല് കണ്ണ് വേദന എടുക്കുന്നു. മോള് ഭയങ്കര ഹാപ്പി കേട്ടോ. മോളിന് ഇതുണ്ട് ദുബായ് മാള്. നമ്മള് ഫസ്റ്റ് ദുബായ് മാളിലേക്കാണ് പോണത്. ദുബായ് മാളിലേക്കാണ് പോണത്. ഈ റൈറ്റ് ഫസ്റ്റ് അതന്നെ ദുബായ് മാള്. നമ്മളെങ്ങോട്ടാ ബുർജ് ഖലീഫയുടെ കാർ പാർക്കിങ്ങിലാണ് പോയേ. ഇവിടെ വഴിയും കണ്ടുപിടിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അമ്മ എനിക്ക് ഇവിടെ നിന്നാലും കാണാം. ദുബായ് മാളിലേക്ക് ഇതാണോ മെട്രോയുടെ ഓപ്പണിംഗ് ആണ് ഇത്? മെട്രോന്റെ അകത്ത് നേരെ ദുബായ് മാളിലേക്ക് പോണേ. മെട്രോ ഇവിടെ മെട്രോയിൽ വരെയാണ് സുഖം. നമ്മൾ കാറും കൊണ്ട് വന്ന പാർക്കിങ്ങും വഴി കണ്ടുപിടിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തോടുകൂടി കാറിൽ കറക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. അകത്തേക്ക് കയറി ഇതുവഴിയായിട്ടോ. കാരണം പാർക്കിംഗ് വഴി നമ്മൾ ഉള്ളിലേക്ക് പോയല്ലേ. സൂപ്പറാട്ടോ. ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി. പാട്ടുണ്ടോ? നിന്നോ. കൊറിയൻ കണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയിട്ടോ. എന്തോരം മീനാണോ, അതും ഭയങ്കര വലിയ കൊറിയൻ കേട്ടോ. ഒരുപാട് മീനുകളുണ്ട്. അതിനകത്തേക്കൂടെ ആളുകളും ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാവുന്ന ആൾക്കാർ. മഞ്ഞ ഇതല്ല വലിയ വീഡിയോ ഒപ്പം പോവല്ല. ഇതിന്റെ ഉള്ളിൽ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. മീനെ തീറ്റിട്ട് കൊടുക്കാറുണ്ടോ ആൾക്കാരെ? ഒരു കൊമ്പുള്ള സ്ഥലമാണെങ്കിൽ അതെനിക്കറിയാം. അതിന്റെ പേരെനിക്കറിയാം. എനിക്ക് അവസാനത്തിന് കുത്തിപ്പൊട്ടിക്കാറ് ഷിപ്പ് ഒരു കുത്തിപ്പൊട്ടിക്കാറുണ്ട്.
ആ ഭിത്തിയുടെ അത്രയും തന്നെ വില ഉണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന കാശ് കൊടുക്കും. എല്ലാവരും ആശയം അതിൻ്റെ ഉള്ളിലാ മോനെ അതിൻ്റെ അകത്ത് പഞ്ച് പോലത്തെ ഒരു സാധനം നോക്കിയാൽ ആ ചങ്ങാടം പോലെ അതിൻ്റെ ഉള്ളിലാളുണ്ടോ? മുക്കിട്ടേക്കണം. ആ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് കണ്ടോ? അത് ഇവിടുത്തെ ആൾക്കാരാണ്. അവർ വന്നവരെ അവിടെ തീറ്റില്ല. തീറ്റ കൊടുക്കാനായി ആ തീറ്റ എടുക്കാൻ അവരെന്നെ മെയിൻ്റെനൻസ് നല്ലതാണ്. ഓ തരണ്ടി നോക്കിയോളും. എന്തില്ല നോക്കിയല്ലേ? ചിരിക്കണ്ടല്ലേ? ഇത് കണ്ടോ? ഈ ബോള് കണ്ടോ? നിലത്ത് മുട്ടിയിട്ടില്ലേ? അത് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ? എനിക്ക് മുട്ടിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ? കറങ്ങണ്ടല്ലേ? പക്ഷെ ഒന്നും മുട്ടിയിട്ടില്ല. ഈ കാണുന്നതാണ് കേട്ടോ ലണ്ടൻ സിറ്റിയുടെ ഒരു മോഡല് പിടിച്ചു വെച്ചേക്കണം. നല്ല ഭംഗി. എന്തൊരു രസമായിട്ടാ ചെയ്ത്. ഇതാണ് ലണ്ടൻ സിറ്റി. പറയൂ, ഇതാണ് ലണ്ടൻ സിറ്റി. പറയൂ. ആ എടുത്തു. ആരുല്ലേ? ഡുണ്ടുണ്ടും നോക്കിയേ. പിന്നെ ബുർജ് താഴെ നമ്മള് ബുർജ് ഖലീഫയുടെ താഴെയുള്ള വാട്ടർ ഷോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. KFC ആണ് കഴിച്ചത്. എല്ലാവരും KFC കഴിച്ചപ്പോൾ ക്ഷീണിച്ചു. കഴിച്ചു. അപ്പോൾ ഇനി ആ വിഷമം മാറ്റാൻ നമുക്ക് ബുർജ് ഖലീഫ കയറാൻ പോവാം. ബുർജ് ഖലീഫയിൽ ഉള്ള ടിക്കറ്റ് എടുക്കാൻ പോവാണ്.
ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. അവിടെ ഭയങ്കര ക്യൂ ആന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബുർജ് ഖലീഫയിൽ കയറാം. നേരത്തെ ആരും ഉണ്ടായില്ല, നമ്മൾ പോയപ്പോൾ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ക്യൂ ആയിരുന്നു. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഇപ്പോൾ ക്യൂ ആന്ന് തോന്നുന്നു. അപ്പുറം സൈഡിൽ പോയി നോക്കി. അപ്പുറം സൈഡിലൊരു ചേട്ടൻ നിൽപ്പുണ്ടായി. നാളെ എപ്പോഴാന്ന് പോയി നോക്കിയടാ. ആളുണ്ടോ ഇവിടെ? സ്ഥലം ആ ചേട്ടനായിരുന്നു മാത്രം. ബുർജ് ഖലീഫ കാണാൻ വന്നിട്ട് ഞങ്ങൾ ചമ്മിപ്പോയി കേട്ടോ. ബുർജ് ഖലീഫയ്ക്ക് കാണണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിടണമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ടിക്കറ്റ് തീർന്നു പോയി. ഇനി നാളത്തേന് ബുക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണേ കേട്ടോ. അപ്പം കേൾക്കാണോ? ക്ലാസ്സാണോ? ക്രിസ്മസ് സ്പെഷ്യലാണെന്ന് തോന്നണം കേട്ടോ. എല്ലായിടത്തും 3D ഒരു മോഡൽ. ഇവിടെ ഗോൾഡൻ കളർ. എന്തെല്ലാം സാധനങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് എത്ര കണ്ടാലും തീരില്ല കേട്ടോ. ഞങ്ങൾ നടന്ന് ഒരേ കാഴ്ചകൾ നമുക്ക് പോകാനും തോന്നില്ല. അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒത്തിരി ഉണ്ട് കാണാൻ, തീരമൊന്നുമില്ല നമ്മൾ കണ്ടാലും. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിയൊക്കെ പിന്നെയും കണ്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രം. നല്ല രസമുണ്ട് കേട്ടോ. എത്ര നമുക്ക് കണ്ടാലും ബോറടിക്കില്ല. എത്ര നടന്നിട്ട് വിഷമിച്ചിട്ടൊന്നും പോകാനേ തോന്നുന്നില്ല. അതുപോലത്തെ കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത്. ആളൊന്ന് ഇടയ്ക്ക് വീഡിയോയിലൊക്കെ അത് നോക്ക്. സൂപ്പറായിട്ട് നല്ല രസമുണ്ട്. ഇത് കണ്ടോ എന്ത് ഭംഗിയാ ലൈറ്റൊക്കെ. അടിപൊളി. ആനയെ കണ്ടു എന്നാ പറയണേ. മാളും നമുക്ക് ആനയുണ്ടോ നോക്കാം. ബ്ലൂ ആനേനെ കണ്ടാലോ? അയ്യോടാ നല്ല രസം. വളരെ ഇത് ഇവിടെ കണ്ടോ, അവിടെ നല്ല തിരക്കാട്ടോ. എല്ലായിടത്തും നല്ല ഭംഗി. എന്തെല്ലാം കാണിച്ചു വെച്ചേക്കുന്നത്, എന്തെല്ലാം കാണാനാണെന്നറിയാമോ. ഭയങ്കര ഭംഗിയാണ്.
രാത്രി തന്നെ ആ ലൈറ്റിന്റെ ഭംഗി അറിയണെങ്കിൽ. പ്ലവഗിരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, അതുപോലെ പറഞ്ഞാൽ നമ്മൾ കേറി അടിച്ചത് ചിമ്പാൻസ്, വലിയൊരു ചിമ്പാൻസ്. ആ അതിന്റെ തുമ്പത്ത് അടിപൊളി. പാർക്കിങ് തെക്കേറെക്കോട്ടോ. പാർക്കിങ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നടന്ന് മടുത്തു. ആ അതേന ഇവിടെ എത്തിയ. ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നേ. ആ ക്രിസ്മസ് ട്രീ മൊത്തം വെച്ചേക്കണം അടുത്ത്. വെള്ളമാണോ? അതെ, ഗ്രാൻഡ് പാർക്കിങ്ങിന്. അങ്ങനെ ഞങ്ങൾ തപ്പി പാർക്കിങ് ഏകദേശം കണ്ടെത്തി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കാണാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നാട്ടോ തോന്നുന്നത്. അപ്പം നമ്മൾ ഇതോടുകൂടി കണ്ട് നിർത്തി. ബുർജ് ഖലീഫയെ കാണാൻ പറ്റിയില്ല, ആ ഒരു നിരാശയുണ്ട്. എന്നാലും ഇവിടുത്തെ ഭംഗി നമ്മൾ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നമുക്ക് അതിശയം തോന്നും, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഒരു രീതിയിൽ അത്ര അതിശയം തോന്നും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.